ഞാനിവിടെ ഈ കുഞ്ഞിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. ജനിച്ചു കഴിഞ്ഞ കൊച്ചിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. 5-ാം മാസം കൊച്ചിനൊരു പനി വരികയും അതിനെ തുടർന്ന് കണ്ടിന്യൂസ് അലർജി, ഒരു തരത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ശക്തമായ പനി വരും, പിന്നെ തുമ്മല്, എല്ലാ രോഗവും അല്ലേ? എന്ത് രോഗം ഏത് സമയത്തും അസുഖം അല്ലേ? ഒരു അലർജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സുകുമാരൻ എന്ന് പറയുന്ന സാറിന്റെ അടുത്ത് ഞങ്ങൾ കാണിച്ചുകൊണ്ട് സാർ പറഞ്ഞ് എയറോപോത്ത് എന്ന് പറയുന്ന ഒരു ഇൻഹേലർ ഈ കൊച്ചിന് ദിവസത്തിൽ 4 പ്രാവശ്യം അടിക്കണം. ഈ കൊച്ചിന് അല്ലാതെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് വീസിങ് ഒരു സൗണ്ട് ഇങ്ങനെ വന്നിട്ട് ഒരു തരത്തിലും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഓട്ടോക്കാരൻ വഴി ഞങ്ങൾ അച്ഛൻ്റെ കാര്യം അറിയും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തുടക്കത്തിൽ വന്ന് പച്ച പറഞ്ഞ് 10 ആഴ്ച വെച്ചുമായിട്ട് പോകണം, കൊച്ചിനെ കഞ്ഞി കുടിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് എന്റെ 10ാമത്തെ ആഴ്ച. പക്ഷെ തുടക്കത്തിൽ തന്നെ കൊച്ചിന് വ്യത്യാസം കൊണ്ടു തുടങ്ങി. ആദ്യത്തെ ആരാധന കൊച്ചിന് ഉറങ്ങാൻ പറ്റുന്ന കൊച്ച് ആ സൗണ്ട് അങ്ങ് നിൽക്കാൻ തുടങ്ങി. പിന്നെ ഡോക്ടർ സുകുമാരൻ സാറിനെ കാണിച്ചു പറഞ്ഞ് ഇനി ആവശ്യമില്ലാതെ ഇങ്ങോട്ട് വരണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഞാനൊന്നും ചെയ്തില്ല. അച്ഛൻ അനുസരിച്ച് ആ എണ്ണ കൃത്യമായിട്ട് ആ ഇൻഹേലർ അടിക്കുന്ന സമയത്ത് കൊച്ചിന്റെ നെറ്റിയിലും നാട്ടിലും ചങ്കയിലും പെരട്ടി മാതാവിന്റെ 6 മാസമായിട്ടുണ്ട്. ഇപ്പൊ കൊച്ചിന് 1 വയസ്സ് കഴിഞ്ഞു. തുടങ്ങിയത് 6 മാസമായിട്ടുള്ള ഈ ഇൻഹേലർ വലി ഇന്ന് പൂർവ്വത്തിന്നു മരുന്നില്ല. നല്ലൊരു കൈ കൊടുത്തേ തോമാസിയുടെ കൊച്ചുമക്കളെ, ഒരു നല്ല കൈ കൊടുത്തേ. നമുക്കൊരു പ്രത്യേക ധൈര്യവും ശക്തിയാണ്. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാവും, പക്ഷേ ഈ മാതാവിനോടും ഈ ഈശോയോടും പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ട് സത്യമായിട്ടൊന്നുമില്ല. എന്റെ ഒരു സാക്ഷി, എന്ത് ജീവിതത്തിൽ പ്രശ്നം വന്നാൽ ഒരു കൊച്ചിന് വയറുവേദന ഉണ്ട്, നമ്മൾ എന്ത് മരുന്ന് കൊടുത്താലും ദേശത്തില്ല. പക്ഷെ ആ എണ്ണ അവർക്ക് കുടിക്കാനും ഇഷ്ടം. നല്ല ഇതായിരുന്നു മൂത്ത കൊച്ചിന് ജോഹാൻ പറഞ്ഞു. അവനും ഈ അലർജി പ്രശ്നം ഉണ്ടായിരുന്നു. അവനും പിന്നെ കാണിക്കേണ്ടി വന്നിട്ട് അവനൊന്നും വന്നിട്ടില്ല കൂടെ. പക്ഷെ അവനും പിന്നെ കാണിക്കും. 3 പേര് ഒരുമിച്ച് അച്ഛനെ എടുത്ത് വന്ന് കുടിച്ചിട്ട് വെച്ചിരിപ്പൊക്കെ കിട്ടിയപ്പിനെ അവർക്ക് വ്യത്യാസവും മാറ്റമൊക്കെ തുടങ്ങിയിരുന്നു. അത് ആ നൊവേനെ കൊച്ചു വന്ന സമയത്ത് 10 എണ്ണം കുട്ടിയായിട്ട് എല്ലാം പറഞ്ഞാൽ ഞാൻ മുട്ടുകുത്തി ചൊല്ലുമായിരുന്നു. നമുക്ക് നമ്മുടെ ഗാർഡിയന്മാരാവ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഗർഭിണികൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചാൽ ദൈവം പരിശുദ്ധാത്മ ഒരിക്കലും ഉപേക്ഷിക്കില്ല. എത്രയോ സാക്ഷ്യങ്ങളാണ്. നിങ്ങൾ ഈ സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി കേൾക്കൂട്ടരെ. നിങ്ങൾ ഈ പറയുന്ന സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതി ഒരു ലാമിനേറ്റ് ചെയ്ത് ഈ വിത്തിയുടെ അവിടെയോ അവിടെ കൊണ്ട് കൊടുത്ത് അവരവിടെ നോക്കുമ്പോൾ എത്ര പേര് വായിച്ചാൽ എത്ര പേർക്ക് അത് വിശ്വാസമായി മാറും. നിങ്ങൾക്കത് ചെയ്യാം. ദൈവം തന്ന അനുഗ്രഹമല്ലേ? ഒന്നും ചെയ്യാൻ പാടില്ലേ? നിങ്ങൾ ഇന്ന് പറഞ്ഞത് മാത്രമല്ല, ഇതുവരെ ചെയ്തവരെല്ലാം ഒന്ന് ലാമിനേറ്റ് അതിനൊന്ന് നിരക്കട്ടെ. ഒന്ന് സാക്ഷി എഴുതി ഒരു ഫോട്ടോ ഒട്ടിച്ച് അത് ലാമിനേറ്റ് ചെയ്ത് ചുമ്മാ പേപ്പർ ലാമിനേഷൻ മതി. 10-25 രൂപയാകത്തുള്ളൂ. ആ പൈസ വേണമെങ്കിൽ ഞാൻ തരാം. നിങ്ങളൊന്ന് ചെയ്തോണ്ട് വന്നേ. അത്രയും ചെയ്താണല്ലോ നിങ്ങൾക്കത് അത് വായിക്കുന്നവർക്ക് എല്ലാം ആവശ്യം. ഇപ്പൊ ഈ സാക്ഷി ഒന്ന് എഴുതിയിട്ടാൽ എത്ര പേരൊന്ന് വായിക്കും? നിങ്ങൾ അത്രയും ചെയ്യാൻ പാടില്ല. ദൈവം നിങ്ങൾക്ക് തന്നെ. നിങ്ങൾ നോക്കി നോക്കിയേ, ഈ കുഞ്ഞ് ഇൻഹേലർ വലിച്ച് അത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അവരെ ശ്വാസകോശം പോയേനെ. ആ കുഞ്ഞിന്റെ ശ്വാസകോശം നിങ്ങൾ നോക്കിയ കുഞ്ഞ് ശ്വാസകോശത്തിലേക്ക് ഇൻഹേലർ വലിച്ചു കയറ്റിയാൽ അവന്റെ ഭാവി എന്തായിരുന്നു? ഈ വിശ്വാസമില്ലാത്ത തലമുറയെ ഞാൻ എന്തിനോട് ഓർമ്മിക്കും? നല്ലൊരു കേട്ടിട്ട് യേശുസ്വസ്ത്രം. ഞാൻ മണ്ണോട്ടത്തിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ഷീല. എനിക്ക് 2 മാസം മുമ്പ് ബ്ലീഡിങ് ആയിരുന്നു. ബയോപ്സി കഴിച്ചു. അതിന് റിസൾട്ട് വന്നു. കുഴപ്പമൊന്നുമില്ല. അതുപോലെ എൻ്റെ ജീവിത പങ്കാളിക്ക് 2 പ്രാവശ്യം UK പോകാനായിട്ട് വെച്ചിരുന്നു. 2 പ്രാവശ്യം കൊടുത്തിട്ടും ഒരു കാരണവുമില്ലാതെ റിജക്റ്റ് ആയിപ്പോയി. അത് കഴിഞ്ഞ് 3-ാം പ്രാവശ്യം വെച്ചു. ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ പ്രാവശ്യം കഴിഞ്ഞ വെള്ളിയാഴ്ച വിസ വന്നു. ഇന്നലെ പോയി. അതിരിപ്പോഴാണ് എൻ്റെ പേര് അമ്മിണിയെന്നാണ്. അപ്പം നേരത്തെ ഇവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പെടലിക്കൊരു വേദനയായിരുന്നു. ഡോക്ടർമാരെ കണ്ടപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എടുത്ത് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ 3 വർഷമായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ മകൻ ഇവിടെ ഇല്ല, ദുബായിലാണ്.
എൻ്റെ മൂത്ത മക്കളാരും എൻ്റെ വീട്ടിൽ കയറത്തില്ല. എനിക്കൊരു മകളെയുള്ളവരും മരുത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് 3 വർഷമായി ജീവിക്കാനുണ്ട്. എൻ്റെ അമ്മയെ ആരാധിച്ച് ജീവിക്കുന്നു. എൻ്റെ കാര്യം ഈ വേദന കഴിഞ്ഞതാണ്. ഈയാഴ്ച വന്ന തൈലം പുരട്ടിട്ട് ഇന്ന് വരെ എനിക്കത് ഉണ്ടായിട്ടില്ല. എനിക്ക് വേണ്ടി ഞാൻ കോട്ടയത്തിൽ വരുന്നു. എൻ്റെ പേര് അൽസമ്മയാണ്. യേശുവെ നന്ദി. ഞാൻ എൻ്റെ മകളുടെ വീട്ടിൽ ചിങ്ങോട്ടാണ് എൻ്റെ മകളെ കെട്ടിച്ചിരിക്കുന്നത്. മകളുടെ വീട്ടിൽ പോയതാണ്. ഞായറാഴ്ച പോയി തിങ്കളാഴ്ചയാണ് സംഭവം നടക്കുന്നത്. അന്നേരം അയൽപ്പത്തെ വീട്ടിലെ കുറേ പിള്ളേരെല്ലാം ഞങ്ങളുടെ മകളുടെ വീട്ടിലാണ് കളിക്കാൻ വരുന്നത്. അന്നേരം അവരെ ഞങ്ങൾ തൊട്ടടുത്തോളാണ്. മറ്റവരെല്ലാവരും പോയി. എൻ്റെ മകൾക്ക് 2 പെൺപിള്ളേരാണ്. ഒന്നിൻ്റെ നിങ്ങൾ ഈ പറയുന്നത് ചേച്ചിയോടൊന്ന് ചേച്ചി നമ്മൾ ഈ സാക്ഷ്യം പറഞ്ഞത് എന്തിനു വേണ്ടി അറിയോ? അവർ കേൾക്കാൻ വേണ്ടി. നമ്മളത് മയക്ക് ചേർത്ത് പിടിച്ച് സ്ഫുടമായി എനിക്ക് ഇന്ന കാര്യമാണ്, നമ്മൾ ഒരുങ്ങി വരണം. എനിക്ക് ഇന്ന കാര്യമാണ്, ഇന്ന കാര്യം സാധിച്ചു. അവർ കേൾക്കണം അത്. ആ ചേച്ചി ഇങ്ങനെ വിളിച്ചാൽ എങ്ങനെ കേൾക്കും? ചേച്ചി ആ മൈക്കൊക്കെ കൊടുക്കുക ചേച്ചി അനുസരിച്ചേ. മകൻ 2 പെൺപിള്ളേർ എല്ലാവരും കൂടെ കളിക്കാൻ വന്നു. കളിക്കാൻ വന്നപ്പോൾ മകൾ 2 പെൺപിള്ളേരാണ് മോക്കുള്ളത്. ഒന്നിൻ്റെ പേര് അന്നായി, ഒന്നിൻ്റെ പേര് ആമീനാണ്. അപ്പം അവർ ആ പിള്ളേർ ഒരു കൊച്ചു മൂത്ത കൊച്ചിന് 11 വയസ്സുണ്ട്, മറ്റേ 5 വയസ്സുണ്ട്. അപ്പോൾ പിള്ളേർ കൂടെ വന്നപ്പോൾ പറഞ്ഞു മോനെ കഴിക്കാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, എനിക്കിപ്പോൾ കഴിക്കാൻ വേണ്ട, ഞാൻ ചോക്കോസ് കഴിച്ചിട്ടാണ് വന്നത്. കുറേ കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മൂത്ത പിള്ളേർക്ക് മകളുടെ മോള് പറഞ്ഞു അമ്മ ഞാൻ മകളെ നിനക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഗ്യാസ് നടത്തി വരുന്നത് റൊട്ടി മുറിച്ച് ഞാൻ ചുറ്റുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഞാനും എൻ്റെ മകളും കൂടെ അതൊക്കെ ഹോളിൽ ഇരിക്കുമായിരുന്നു. അന്നേരം പറഞ്ഞു ഭയങ്കര സ്വരത്തിൽ ഭയങ്കര ശബ്ദം. അപ്പം ഞാൻ എന്നാ പറഞ്ഞല്ലോ. അപ്പം മൂത്ത മകൾ പറഞ്ഞു അമ്മയെ ഓടി വാമേ എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടും കൂടെ ഓടിച്ചെന്നപ്പോൾ ഈ കൊച്ചു ഇങ്ങനെ നിവർന്ന് താഴെ കിടക്കോ ബോധമില്ലാതെ. അന്നേരം കൊച്ചിൻ്റെ ഉള്ളിൽ മാത്രം ഒരു കൂർപ്പ് പോലെ ഒരു സ്ഥലം കേൾക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടും ഇടുന്നില്ല കൊച്ചു. അവിടെ ഞങ്ങൾ 2 പേരും നെഞ്ചത്തിൽ ഇങ്ങനെ അമക്കി, ഞാനും എൻ്റെ മകളും കൂടെ കൂടി നെഞ്ചത്തിൽ ഇങ്ങനെ അമക്കി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു യേശുവെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിലോർത്തു അച്ഛൻ പറഞ്ഞില്ല 3 പ്രാവശ്യം കുരിശ് വരയ്ക്കണമെന്ന്. അപ്പോൾ ഞാൻ നെഞ്ചത്ത് വെച്ച് കുഞ്ഞിൻ്റെ എൻ്റെ കാലപ്പം മാതാവ് കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരണമേ, ഞാനൊരു സാക്ഷി പറഞ്ഞേക്കാമെന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം കുഞ്ഞിൻ്റെ നെഞ്ചത്ത് കുരിശ് വരച്ചപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് ഈ കൊച്ചൻ എഴുന്നേറ്റ്. പെട്ടെന്ന് തന്നെ അങ്ങ് കണ്ണ് തുറന്നിട്ട് എഴുന്നേക്കാൻ വരാമെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങളിങ്ങനെ വിദ്യാപിച്ച് കൊണ്ട് അവരുടെ സഭയെ കൊണ്ടിരുത്തി. ഇത് കഴിഞ്ഞപ്പോൾ ഉടനെ ഞങ്ങൾ അപ്പോഴത്തെ ഒരു നേഴ്സുണ്ട്. ആ നേഴ്സിനെ കൊച്ചിനെ കൊണ്ട് വിളിപ്പിച്ചു. അവർ കൊണ്ടുവന്ന് പ്രസവം നോക്കിയപ്പോൾ പ്രസവമൊന്നും കുഴപ്പമില്ലെന്നുണ്ട്. അതിനെ പിന്നെ കുഞ്ഞിനെ വെച്ച് പിന്നെ അമ്മയാണെങ്കിൽ അവർ നേഴ്സാണ്, അവർ സന്യാസിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വിളിച്ചു അമ്മ പെട്ടെന്ന് വരാൻ പറയുമ്പോൾ ഇങ്ങനെ തലവറങ്ങി വീണെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. കൊച്ചു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊച്ചിന് ഞങ്ങൾ ചെറിയ ആഹാരം കൊടുത്തു. അവിടെ എന്നെ കൊച്ചു അമ്മിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുടി കൊണ്ടാണ് കിടത്തി. കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മകൾ പറഞ്ഞു ഇങ്ങനെ കഞ്ഞി തരാം, കഞ്ഞി ഇച്ചിരി കുടിക്കാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു കഞ്ഞി വേണ്ട അമ്മയെന്ന് പറഞ്ഞു. ഉടനെ എന്നെ അമ്മ വന്നു കഴിഞ്ഞ് കുഞ്ഞ് സുഖമായിട്ടിരുന്ന് കൊച്ചിനെ കൊണ്ട് അവിടെ വീട്ടിലോട്ട് പോയി. ശരി, നമുക്ക് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്താണ് വീട് കല്ലറ പെരുന്തുരുത്തിലാണ്. എനിക്ക് 3 കുട്ടികളാണ്. മൂത്ത പിള്ളേർ ഒരാൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച് ഇപ്പോൾ ദുബായിൽ പോയി ജോലി നോക്കുന്നു. 2 പെൺപിള്ളേരാണ്. അവർക്ക് ലോൺ കിട്ടാൻ വേണ്ടി നഴ്സിംഗിന് പഠിപ്പിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനോട് മധ്യസ്ഥ അപേക്ഷിച്ചാണ് എനിക്ക് പെട്ടെന്ന് ലോൺ കിട്ടി. ഒരു ഓട്ടോ ഡ്രൈവർ അറിയില്ലാത്ത ഒരു ഓട്ടോ ഡ്രൈവർ വഴിയായിട്ട് എനിക്ക് പെട്ടെന്ന് ലോൺ കിട്ടി. പിള്ളേർ പഠിച്ചു. എനിക്കൊരു ചെറിയ പണി കിട്ടി. ഭർത്താവിന് ഒരു ചെറിയ പണി കിട്ടി. പിന്നെ ഇവിടെ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടായിരുന്നു. ലോൺ കിട്ടി, ഭർത്താവ് ജോലി കിട്ടി, എനിക്ക് ജോലി കിട്ടി. പക്ഷേ ശനിയാഴ്ച വർഷം വരുന്നില്ല. ചൊവ്വാഴ്ചയൊക്കെ വരുന്നുണ്ട്, പക്ഷെ ശനിയാഴ്ചകൾ വരുന്നില്ല. കാരണം എന്നാ ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തെ കാശായി കഴിയുമ്പോൾ ദൈവത്തെ മറന്നു. ആണോ സുനി? ദീപൊക്കെ ആയി. അച്ഛനോട് പറഞ്ഞായിരുന്നു കാലുവേദനയൊക്കെ വരുന്നുണ്ടല്ലേ. കാലുവേദനയായിട്ട് ഞാൻ ഉപ്പ് മേടിക്കാൻ കൂടെ എനിക്ക് കടക്കകത്ത് കയറാൻ മേലായിട്ട് പുറത്തുനിന്ന് മേടിച്ചോണ്ട് വന്നു. എനിക്ക് ആരാധനയ്ക്ക് കുറഞ്ഞു. ആരാധനയ്ക്ക് കാലുവേദന കുറഞ്ഞു. ഇപ്പൊ പറഞ്ഞു. അപ്പൊ എത്ര എണ്ണം നോക്കി ഇങ്ങനെ ഈ ചുമ്മാ ആള് അവരോർക്കും ചുമ്മാ പറയുന്നതാണ്. ചുമ്മാ അല്ല, മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു 1-2 മാസത്തിനുള്ളിൽ കിട്ടിയതല്ലേ? 4-5 മാസത്തിനുള്ളിൽ കിട്ടിയത് ഇത്രയും കാര്യങ്ങൾ.
അല്ലേ? ഈ ലോൺ കിട്ടത്തേ ഇല്ലായിരുന്നു അല്ലേ? അവർ പറഞ്ഞ് തരത്തില്ലെന്ന് പറഞ്ഞല്ലേ? മൈക്രോ പ്രാപ്തി ലോൺ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞങ്ങളുടെ BPL കാർഡാണെങ്കിലും ഭർത്താവിൻ്റെ പേരിലെ വസ്തു ഉള്ളത് കൊണ്ട് ഒരു ലോൺ തരത്തില്ല, ആധാരം കൊണ്ട് വയ്ക്കണമെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ വർഷം ഞാൻ ഇച്ചിരി കടമൊക്കെ മേടിച്ച് ഫീസ് അടച്ചു. രണ്ടാമത്തെ വർഷം ഒരറിയില്ലാത്ത ഒരു ഓട്ടോ ഡ്രൈവർ യൂണിയൻ ബാങ്കിലേക്ക് കയറി വന്നിട്ട് മാഡം അവർക്ക് ലോൺ കൊടുക്കണം എന്ന് മാനേജറോട് വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു. അപ്പോൾ മാനേജറെ കൊണ്ടാക്കാൻ കൊണ്ടുവരികയും ചെയ്യുന്നത് ആ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അതെനിക്ക് അറിയില്ലായിരുന്നു. ഓട്ടോ ഡ്രൈവർ എൻ്റെ ഹസ്ബൻഡിനെ അറിയുന്ന ആളായിരുന്നു. ഞാനും മോളും കൂടെ കരഞ്ഞുകൊണ്ട് യൂണിയൻ ബാങ്കിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഈ ഓട്ടോ ഡ്രൈവർ വന്ന് മാനേജറോട് ഇത് പറഞ്ഞ് ഞങ്ങൾക്ക് ലോൺ വാങ്ങിച്ചു തന്നത്. അച്ഛൻ പറഞ്ഞായിരുന്നു പേടിക്കേണ്ട, എല്ലാ കാര്യവും സാധിക്കും എന്നാണ് എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ ഇടയ്ക്ക് കാണാൻ വരാറുണ്ടായിരുന്നു. അച്ഛൻ ചെയ്തു തന്നെ ഈശോയും മാതാവും ചെയ്തു തന്നെ അച്ഛൻ ചെയ്തു തന്നെ ഒത്തിരി നമുക്ക് ഈ സാമ്പത്തിക പ്രാർത്ഥിക്കാൻ കാരണം ഒത്തിരി കൃപകൾ എനിക്ക് ഞാനും പറഞ്ഞപ്പോൾ അതിശയിച്ചു പോയി. എന്നിട്ട് ഞാൻ എൻ്റെ ചുമ്മാ പറയുന്നതാണ്. അല്ല സാർ സുനി എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ എനിക്ക് നിനക്ക് സാധിച്ചു കിട്ടിയതാണ്. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങളായിട്ട് ദൈവം സാധിച്ചതാണ്. നമുക്ക് നല്ലൊരു കൈ ഈശോ കൊടുത്തേ.